വ്യസനസമേതം ബന്ധുമിത്രാദികൾ എന്ന സിനിമ കാണാൻ വേണ്ടി ഞാൻ PVRന്റെ പാസ്പോർട്ടാണ് യൂസ് ചെയ്തത്. അപ്പോൾ പാസ്പോർട്ടിൻ്റെ റേറ്റ് വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 117 രൂപ 50 പൈസയാണ് ഒരു സിനിമ കാണാൻ വേണ്ടി ആവുന്നത്. ഓഡി 2 സ്ക്രീൻ നമ്പർ 2-ലായിരുന്നു ഈ പടം ഉണ്ടായിരുന്നത്. സ്ക്രീൻ നമ്പർ 2 എന്ന് പറയുന്നത് ഒരു 2K ലേസർ പ്രൊജക്ഷനാണ്. ഇത് 7.1 ആണ് അതിൻ്റെ സൗണ്ട് സിസ്റ്റം വരുന്നത്. ഇതിൻ്റെ സീറ്റിംഗ് എന്ന് പറയുന്നത് കോണ്ടിനെൻ്റൽ സീറ്റിംഗ് ആണ്. അപ്പോൾ കോണ്ടിനെൻ്റൽ സീറ്റിങ്ങിൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഓരോ തിയേറ്ററിനും ഒരു സ്വീറ്റ് സ്പോട്ട് ഉണ്ടാവും. അപ്പോൾ ആ സ്വീറ്റ് സ്പോട്ട് നഷ്ടപ്പെട്ടു പോകുന്നുള്ള ഒരു കുറവാണ് ഈ സ്ക്രീൻ 2-നുള്ളത്. വ്യസനസമേതം ബന്ധുമിത്രാദികൾ എന്ന് പറയുന്നത് ഒരു ഫ്യൂണറൽ കോമഡിയാണ്. അപ്പോൾ ഫ്യൂണറൽ കോമഡി എന്ന് പറയുമ്പോൾ ഈ വർഷം തന്നെ പരിവാർ എന്ന് പറഞ്ഞൊരു സിനിമ ഇറങ്ങിയിരുന്നു. അൺഫോർച്ചുനേറ്റ്ലി അതിൻ്റെ OTT ഇതുവരെ റിലീസ് ആയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ തമിഴിൽ നിന്ന് പെരിസ് എന്ന് പറഞ്ഞൊരു സിനിമ ഇറങ്ങിയിരുന്നു. പെരിസ് നെറ്റ്ഫ്ലിക്സിലൂടെ നമ്മളെല്ലാവരും കണ്ടുകാണും. അപ്പോൾ ഒരു ഫ്യൂണറൽ കോമഡി എന്ന് പറയുന്ന ഒരു മരണം, ആ മരണം അതിനോടനുബന്ധിച്ച് നടക്കുന്ന കുറച്ച് ഡാർക്ക് ആയിട്ടുള്ള കുറച്ച് ബ്ലാക്ക് കോമഡീസ് കലർന്നിട്ടുള്ള അങ്ങനെയുള്ള ചിത്രമാണ് വ്യസനസമേതം ബന്ധുമിത്രാദികൾ എന്ന് പറയുന്ന ഈ സിനിമ. ഈ സിനിമയുടെ മെയിൻ ക്യാരക്ടർ, എല്ലാ സിനിമയിലും ഒരു മെയിൻ ക്യാരക്ടർ ഉണ്ടാവും. ഇതിൻ്റെ മെയിൻ ക്യാരക്ടർ അസീസ് നെടുമങ്ങാടാണ്. പക്ഷേ പുള്ളിക്കാരൻ്റെ ആ ഒരു ഫേസ് ഹൈലൈറ്റ് ചെയ്തിട്ടുള്ള ഒരു പോസ്റ്ററോ കാര്യങ്ങളൊന്നും കാണുന്നില്ല. നമ്മൾ പോസ്റ്റർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അനശ്വരയെ കാണാം. അനശ്വര വൺ ഓഫ് ദ മെയിൻ ക്യാരക്ടറാണ്. പിന്നെ സിജു, സണ്ണി ആൻഡ് ജോമോൻ ജോത്, ഇവരെ മൂന്നുപേരെയാണ് മെയിനായിട്ട് ഹൈലൈറ്റ് ചെയ്തിട്ട് എല്ലാ പോസ്റ്ററും വന്നിരിക്കുന്നത്. അപ്പോൾ അസീസ് നെടുമങ്ങാടിനെ എങ്ങനെ ഒഴിവാക്കിയെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. പക്ഷേ സിനിമ കാണുകയാണെന്നുണ്ടെങ്കിൽ അദ്ദേഹം അവതരിപ്പിച്ച പുള്ളി എന്നൊരു കഥാപാത്രത്തെ ചുറ്റിപ്പറ്റിയാണ് ആ ഒരു കഥ മൊത്തത്തിൽ അങ്ങ് നീങ്ങുന്നതൊക്കെ തന്നെ. അതിനിടയിൽ വരുന്ന ഒരുപാട് രസകരമായിട്ടുള്ള കുറേ കോൺഫ്ലിക്ട്സ് ഇവർ എഴുതി ഉണ്ടാക്കിയിട്ടുണ്ട്. ഒരു മരണം നടക്കുന്ന വീട്, അവിടെ എത്തുന്ന കുറേ ആളുകൾ, ആ ആളുകളുടെ ഇടയിൽ പല പല ഓരോ സപ്ലോട്ട് രീതിയിൽ പല രീതിയിൽ രസകരമായ ഒരുപാട് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. എന്നാൽ പോലും ഇതൊരു പൂർണ്ണമായിട്ടും ഇവർക്ക് കോമഡി എന്നുള്ള കാര്യത്തിൽ വിജയിക്കാതെ പോയി ഇതിൻ്റെ കാരണമായിട്ട് എനിക്ക് തോന്നുന്നത്, പേഴ്സണലി എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്, നമ്മളിപ്പോൾ യൂട്യൂബ് എടുത്തിട്ട് വിൻറ്റേജ് മലയാളം കോമഡി മൂവീസ് എന്ന് പറഞ്ഞു കൊടുക്കുക. അപ്പോൾ റിസൾട്ട് വരുന്നതിൽ ഒരുപാട് സിനിമകളുണ്ടാവും. പഴയ സിദ്ദിഖ്, ജഗദീഷ്, മുകേഷ് അവരുടെ കുറേ പഴയ സിനിമകളൊക്കെ ഉണ്ടാവും. അപ്പോൾ നമ്മളത് എടുക്കുക, നമ്മളത് ജസ്റ്റ് ഒന്ന് പ്ലേ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരു പക്ഷേ മുഴുവൻ കണ്ടിരുന്നു പോകും. കാരണം അത്രയ്ക്ക് രസകരമായിട്ടായിരിക്കും അതിനകത്ത് ഓരോ കോമിക് സിറ്റുവേഷൻസ് വരുന്നത്. അത് അവതരിപ്പിച്ചിരിക്കുന്ന ആക്ടേഴ്സ്, അതായത് കോമഡി നല്ല രീതിയിൽ കൈകാര്യം ചെയ്യുന്ന ആക്ടേഴ്സാണ്. അതുകൊണ്ടാണ് ഈ വിൻറ്റേജ് പടങ്ങൾ നമുക്ക് ഒരു മടുപ്പും ഇല്ലാതെ നമുക്ക് കണ്ടിരിക്കാൻ പറ്റുന്നത്. ഇവർ കഴിഞ്ഞൊരു 10 വർഷം മലയാള സിനിമ എടുത്ത് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ നമുക്ക് റിപ്പീറ്റ് വാച്ച് ക്വാളിറ്റിയുള്ള എത്ര കോമഡി സിനിമകളുണ്ടാവും. അതിന് കാരണമായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നതാണ്, ഇത് എൻ്റെ അഭിപ്രായമാണ്, നല്ല രീതിയിൽ ഹ്യൂമർ കൈകാര്യം ചെയ്യാൻ പറ്റുന്ന ആക്ടേഴ്സിൻ്റെ കുറവാണ്. ഈ സിനിമയിൽ അവർ നല്ല രീതിയിൽ നല്ല കോൺഫ്ലിക്ട്സ് എഴുതി വെച്ചിട്ടുണ്ട്. അതായത് ഈ മരണ വീട്ടിൽ നടക്കുന്ന ഒരുപാട് സംഭവങ്ങളുണ്ട്. ആ സംഭവങ്ങൾ കുറേയൊക്കെ, അതായത് നമ്മളിപ്പോൾ ഒരു നമ്മൾ ഒരു തിരക്കഥയായിട്ട് വായിക്കുമ്പോൾ ഇത് കൊള്ളാലോ എന്നുള്ള രീതിയിൽ തോന്നുന്ന ഒരുപാട് നല്ല മുഹൂർത്തങ്ങൾ ഈ സിനിമയിലുണ്ട്. പക്ഷേ ഇതെല്ലാം ഫുൾ ഓഫ് ചെയ്യുന്ന ആ ഒരു ആക്ടേഴ്സ് അത് വേണ്ട രീതിയിൽ അവതരിപ്പിച്ചതായി എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇതൊരു 2 മണിക്കൂറിൽ താഴെയുള്ളൊരു സിനിമയാണ്. ഫസ്റ്റ് ഹാഫിൽ ഒരു സീനിൽ പോലും എനിക്ക് ചിരി വന്നിട്ടില്ല. ഇതൊരു ബ്ലാക്ക് കോമഡി അല്ലെങ്കിൽ ഒരു ഡാർക്ക് കോമഡി ആണെന്നാണ് പറയുന്നത്, ഫ്യൂണറൽ കോമഡി ആണെന്നാണ് പറയുന്നത്. പക്ഷേ അതിൽ നടക്കുന്ന ഒരു ഇൻസിഡൻറ്റ് പോലും ചിരിപ്പിക്കാൻ പറ്റുന്നില്ല. അതിനിടയിൽ സിജു സണ്ണി, സോറി ടു സേ, പുള്ളിയുടെ കഥാപാത്രം ഇതൊരു എന്താ പറയുക, ഈ സിനിമയിൽ തന്നെ പറയുന്ന പോലെ തന്നെ ഒരു വെട്ടാവളിയൻ കഥാപാത്രമാണ്. അപ്പോൾ സിജു സണ്ണി അതായിട്ട് ജീവിക്കുകയായിരുന്നു, ഒരു വേട്ടാവളിയനായിട്ട് ജീവിക്കുകയായിരുന്നു സിജു സണ്ണി എന്ന് പറയാം. അത്രയ്ക്ക് വെറുപ്പീരായിരുന്നു. പിന്നെ ജോമോൻ ജ്യോതിറിൻ്റെ ചില മാനറിസങ്ങൾ കാണുമ്പോൾ അതായത് നമുക്ക് വെറുപ്പിക്കൽ ആ ഒരു ലെവലിലേക്ക് പോകുന്നില്ല, പക്ഷേ പുള്ളിക്കാരനെ കൊണ്ട് ചിരിപ്പിക്കാൻ പറ്റുന്നില്ല. പിന്നെ ബൈജു ഒരു സീസൺഡ് ആക്ടറാണ്. പുള്ളിയുടെ ഒരു ക്യാരക്ടറുണ്ട്, ഒരു കരയോഗം പ്രസിഡന്റ് ആയിട്ടുള്ളത്. അപ്പോൾ ഈ സിനിമ കണ്ടവർ ഒരുപാട് പേര് പറഞ്ഞിരിക്കുന്നത് ഈ മരണവീടുകളിൽ നടക്കുന്ന ഈ കരയോഗത്തിൻ്റെ ഈ ഇടപെടലും കാര്യങ്ങളും ഒക്കെ വളരെ നാച്ചുറലായിട്ടാണ് കാണിച്ചിരിക്കുന്നത്. അതിൻ്റേതായിട്ടുള്ള കുറേ ഹിലേരിയസ് ആയിട്ടുള്ള മൊമെന്റ്സും കാര്യങ്ങളുണ്ട്. ബൈജുയുടെ പോർഷനും പുള്ളി നന്നായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. അനശ്വരയുടെ ഈ വർഷത്തെ 5ാമത്തെ സിനിമ എന്തോ ഒന്ന് റിലീസാവുന്നു. എല്ലാ മാസവും ഓരോ റിലീസ് ഉണ്ട്. അപ്പോൾ അനശ്വര ഈ സിനിമയിൽ നല്ലൊരു ക്യാരക്ടറായിരുന്നു, നല്ല രീതിയിൽ തന്നെ അത് പെർഫോം ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ ബാക്കി കോമഡി അവതരിപ്പിച്ചതെല്ലാം എനിക്ക് പേരറിയാത്ത കുറേ ക്യാരക്ടേഴ്സാണ്. പക്ഷേ അതൊക്കെ നമ്മുടെ പഴയ സിനിമകളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പണ്ടത്തെ കുറേ ആക്ടേഴ്സ് ഉണ്ട്. ചെറിയ റോളുകളിൽ വന്നു പോകുന്ന ആക്ടേഴ്സ് ആണെങ്കിലും ഗംഭീരമായി കോമിക് ടൈമിംഗ് ഉള്ള നല്ല പെർഫോമൻസ്, കോമഡി സിനിമയാണെങ്കിൽ പ്രത്യേകിച്ചും നല്ല പെർഫോമൻസ് വരുന്ന ആളുകളായിരുന്നു. അങ്ങനെയുള്ള ആളുകൾ ഈ സിനിമയിൽ കുറവാണ്. ഇവർ കോൺഫ്ലിക്റ്റ് മനോഹരമായിട്ട് എഴുതിയിട്ടുണ്ട്. അത് നല്ല രീതിയിൽ അവതരിപ്പിക്കുന്ന ഒരു ആക്ടേഴ്സിൻ്റെ കുറവാണ് എനിക്ക് ഫീൽ ചെയ്തത്. പക്ഷേ മൊത്തത്തിൽ കുറ്റം പറയാനുള്ള ഒന്നുമില്ല, കാരണം നല്ല രീതിയിൽ എഴുതിയിട്ടുണ്ട്. അതിൻ്റെ ഒരു ഫലം ഇതിൻ്റെ ഫൈനൽ ആക്റ്റിലുണ്ട്. ഈ എസ്റ്റാബ്ലിഷ് ചെയ്ത് കൊണ്ടുവരുന്ന കുറേ കാര്യങ്ങൾ ഫൈനൽ ആക്ട് ആകുമ്പോൾ അതിനകത്തൊരു 3-4 സീനുകളിൽ ആത്മാർത്ഥമായിട്ട് എനിക്ക് ചിരി വന്നിരുന്നു. അത് നല്ലൊരു കോമിക് ആ കാര്യങ്ങൾ വന്ന് ഒതുങ്ങിയിട്ടുണ്ട്. പക്ഷേ നല്ല ആക്ടേഴ്സ് ഉണ്ടായിരുന്നെങ്കിൽ ഒരുപക്ഷെ ഇതിലും നല്ലൊരു സിനിമയായി മാറേണ്ട ഒരു സിനിമയായിരുന്നു. സോ ഫോർ മീ ഇറ്റ്സ് ജസ്റ്റ് ആൻ ആവറേജ് വാച്ച്. ഒരുപാട് പ്രതീക്ഷിക്കാനൊന്നുമില്ല, പക്ഷേ പ്രതീക്ഷിക്കുന്ന രീതിയിൽ ചിരിപ്പിക്കാനും പറ്റുന്നില്ല. എന്തൊക്കെയോ കുറവുകളുണ്ടെന്ന് നമുക്ക് ഫീൽ ചെയ്യും. സിനിമ കഴിഞ്ഞ് തിയേറ്റർ വിട്ടിറങ്ങുമ്പോൾ എന്തോ കുറവുകളൊക്കെ ഉണ്ടെന്നൊരു ഫീൽ ചെയ്യുന്ന പോലുള്ള
ഒരു സിനിമ.